നിങ്ങളൊരു ഹോട്ട് വീൽ കളക്ടറോ ഹോട്ട് വീൽസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ എന്തായാലും വിസിറ്റ് ചെയ്യും. കാരണം കുറേ വെറൈറ്റി മാസീവ് ഹോട്ട് വീൽ കളക്ഷൻസും അതുപോലെ തന്നെ ഡൈ കാസ്റ്റും പോസ്റ്റേഴ്സും ആക്ഷൻ ഫിഗേഴ്സും എല്ലാം ഈ ഷോപ്പിലുണ്ട്. നിഹാൽ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഷോപ്പിനെ പറ്റി കേട്ടത്. പിന്നെ അവനായിട്ട് നേരെ ഷോപ്പിലേക്ക് പോയി. കുറേ അധികം പോസ്റ്റേഴ്സ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാറിൻ്റെ പോസ്റ്റേഴ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ മാത്രം പോസ്റ്റേഴ്സ് അല്ല ഇവിടെ ഉള്ളത്, ഒട്ടുമിക്ക എല്ലാ ആനിമി പോസ്റ്റേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഷോപ്പ് മെയിൻലി ഫേമസ് ആയിട്ടുള്ളത് ഹോട്ട് വീൽസിനും ഡൈകാസ്റ്റിനും പോസ്റ്റേഴ്സിനും ആക്ഷൻ ഫിഗേഴ്സിനൊക്കെ ആണെങ്കിലും ഇവിടെ അത്യാവശ്യം മെൻസിൻ്റെ ആക്സസറീസും കിട്ടും. പിന്നീട് നോക്കി നിൽക്കാനായിട്ട് നേരം ഉണ്ടായിരുന്നില്ല. നേരെ ഹോട്ട് വീൽസൊക്കെ അത്യാവശ്യം നല്ലത് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങി. കുറേ ഹോട്ട് വീൽസൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിലും ബഡ്ജറ്റാണ് എൻ്റെ പ്രശ്നം. പിന്നീട് അവിടുത്തെ ചേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചപ്പോഴത്തേക്കും ഈ ഒരു ബൈക്ക് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ഈ സ്ഥിരം ടോയ് ബൈക്സ് പോലെയല്ല, ഇതിൻ്റെ ത്രോട്ടിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നീട് ഞാൻ അവിടുത്തെ കട്ടാരാസൊക്കെ നോക്കി കുറേ നേരം അവിടെ തന്നെ അങ്ങോട്ടേക്ക് നിന്നു. നിഹാലിന് ഹോട്ട് വീൽസ് നോക്കാനായിട്ടാണ് വന്നെങ്കിലും ഞങ്ങളാണ് ഞെട്ടിപ്പോയത്. കുറേ അധികം മിനി GTസും ഹോട്ട് വീൽസും ഡൈകാസ്റ്റും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന ഐറ്റംസൊക്കെ ഭയങ്കര ചെറുതാണെങ്കിലും ഇതിൻ്റെയൊക്കെ കോസ്റ്റ് ഭയങ്കര വലുതാണ്. ഈ ഒരു ഷോപ്പിലേക്ക് കയറി ചെന്നാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം മറന്നിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെ വാങ്ങും എന്നായിരിക്കുള്ളൂ നമ്മുടെ ആലോചന. ആ ഒരു സംഭവമായിരുന്നു എനിക്കും തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഹോട്ട് വീൽസ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്ക് നേരെ പോക്കോ. ഇവിടെ എല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മരോട്ടിച്ചോട് ജംഗ്ഷനിൽ തന്നെയുള്ള സിങ്സ് ആണ്. അപ്പോൾ എന്നെ ഫോളോ ചെയ്താൽ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം.